നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഒരാൾക്ക് ചുഴലി അല്ലെങ്കിൽ കോട്ടൽ ഉണ്ടാവുക, പക്ഷേ അവർക്ക് അപസ്മാരമില്ല. ഇതെങ്ങനെ സാധ്യമാണ്? നമ്മുടെ ശരീരത്തിൽ തലച്ചോറിൻ്റെ കറണ്ടിൻ്റെ പ്രവർത്തനം കൊണ്ട് വരുന്ന അബ്നോർമലായ ചലനങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് പ്രതിഫലനങ്ങളെയോ ആണ് നമ്മൾ കോട്ടൽ അല്ലെങ്കിൽ സീഷർ എന്ന് വിളിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇത് ഉണ്ടാകുന്നത് മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ട് ആകാം. ഇവയാണ് സൈക്കോജനിക് നോൺ എപ്പിലെപ്റ്റിക് സീഷർ അല്ലെങ്കിൽ PNES എന്ന് വിളിക്കുന്നത്. മറ്റ് ചില പേരുകളിലും ഇവ വിളിക്കപ്പെടാറുണ്ട്. ഫങ്ഷണൽ സീഷേഴ്സ്, ഡിസോസിയേറ്റീവ് സീഷേഴ്സ് എന്നൊക്കെ. ഈ പറയുന്ന രോഗികളിൽ ശരീരത്തിൽ അപസ്മാരം വരുമ്പോൾ ഉണ്ടാകുന്നതിന് തുല്യമായ രീതിയിൽ കൈകാലുകൾ വിറയ്ക്കുകയും മുഖം കോടിപ്പോവുകയും കണ്ണുകൾ തുറിച്ചു നോക്കുകയും നാക്ക് കടിക്കുകയുമൊക്കെ ചെയ്തേക്കാം. പക്ഷേ അവരുടെ തലച്ചോറിൽ അബ്നോർമലായ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നില്ല. പണ്ടൊക്കെ ഇവയെ സ്യൂഡോ സീഷർ എന്നും വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്യൂഡോ സീഷർ എന്ന പദം അധികം ഉപയോഗിക്കാറില്ല. സൈക്കോജനിക് നോൺ എപ്പിലെപ്റ്റിക് സീഷർ എന്നാണ് ഇവയെ വിളിക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ചോദ്യം ഉദിക്കും. ശരിക്കുമുള്ള ഫിറ്റ്സ് അല്ല ഇത് എങ്കിൽ ഇത് രോഗി അഭിനയിക്കുന്നതാണോ? പറ്റിക്കാൻ നോക്കുന്നതാണോ ബന്ധുക്കളെയും ഡോക്ടറിനെയും ഒക്കെ? അല്ല, രോഗി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഇത്. ശരീരത്തിലെ പ്രശ്നങ്ങൾക്ക് ഉപരിയായി മനസ്സിൻ്റേതായ അസ്വസ്ഥതകൾ, അത് ടെൻഷനായിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, ഡിപ്രഷനായിരിക്കാം, ചിലപ്പോഴൊക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു മാനസികമോ ശാരീരികമോ ആയ ആഘാതത്തിന് ശേഷമായിരിക്കാം. ഈ കാരണത്താൽ രോഗിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ്, ട്രിഗേഴ്സ്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ രോഗിക്ക് ബോധം നഷ്ടപ്പെടുന്നത് പോലെ അനുഭവപ്പെടുകയും ശരീരത്തിൽ അബ്നോർമലായ ചലനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇത് വളരെ ശ്രദ്ധിച്ച് ചികിത്സിക്കേണ്ട ഒരു രോഗാവസ്ഥയാണ്. ഒരു ആൾക്ക് ശരീരത്തിൽ ഇങ്ങനെ ചലനങ്ങൾ വന്നാൽ അത് ശരിക്കുമുള്ള സീഷർ അല്ലെങ്കിൽ ട്രൂ സീഷർ ആണോ, അതോ ഒരു ഫങ്ഷണൽ സീഷർ ആണോ, ഒരു ഡിസോസിയേറ്റീവ് എപ്പിസോഡാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്നാമത്, സീഷർ സ്റ്റീരിയോടൈപ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ഒരാളിൽ ഒരേ തരത്തിലായിരിക്കും ഉണ്ടാവുക. തലയൊരു വലതുവശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോവുകയോ ഒരു കൈ ഇങ്ങനെ കോച്ചി പോവുകയോ കണ്ണ് മുകളിലേക്ക് മറയുകയോ അങ്ങനെയൊക്കെ. ഒരു പ്രാവശ്യം വലത്തോട്ടേക്ക് തല പോവുക, രണ്ടാമത്തെ പ്രാവശ്യം ഇടത്തോട്ടേക്ക് പോവുക, അങ്ങനെ പലതരത്തിൽ സാധാരണഗതിയിൽ ഈ സീഷർ ഉണ്ടാവുകയില്ല. ഫങ്ഷണൽ സീഷർ അല്ലെങ്കിൽ PNES ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലായിരിക്കും ഫിറ്റ്സ്. ഒരു പ്രാവശ്യം കൈകാലിട്ടടിക്കുന്നു, ഒരു പ്രാവശ്യം തല ഒരു വശത്തേക്ക് പോകുന്നു, ഒരു പ്രാവശ്യം തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു, അങ്ങനെ തരങ്ങൾ മാറി വരാം. രണ്ടാമത്, ഈ പ്രശ്നമുണ്ടാകുന്ന സമയത്ത്, ശരിക്കുമുള്ള ഫിറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് രോഗികളുടെ കണ്ണ് മുകളിലേക്ക് മറയുകയോ കണ്ണൊരു വശത്തേക്ക് കോടിപ്പോവുകയോ ഒക്കെ ചെയ്യും. PNES ഉള്ള രോഗികൾ പലപ്പോഴും കണ്ണ് ഇറുക്കി അടച്ചിരിക്കുകയായിരിക്കും, തുറക്കാൻ പറ്റില്ല. നമ്മൾ പിടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിനെതിരെ ബലം പിടിക്കും. മൂന്നാമത്തെ ഒരു സൂചന, ഈ ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷർ ഉണ്ടായാൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റിൻ്റെ അപ്പുറം ശരീരത്തിൻ്റെ ബലം പിടുത്തവും അനക്കവും ഒന്നും നീണ്ടു നിൽക്കുകയില്ല. എന്നാൽ ഈ ഫങ്ഷണൽ സീഷർ അല്ലെങ്കിൽ PNES ആണെങ്കിൽ രോഗിക്ക് 10 മിനിറ്റോ അരമണിക്കൂർ വരെയൊക്കെ, ചിലപ്പോൾ മണിക്കൂറുകളോളമൊക്കെ രോഗികൾ ശരീരത്തിന് ബലം പിടിച്ച് കിടക്കുകയോ ഒക്കെ ചെയ്തേക്കാം. ഇതിൻ്റെ പറ്റി പറയുമ്പോൾ ഒരു ഫിറ്റ്സ് വന്ന് വീണ്ടും വീണ്ടും ഉണ്ടാവുകയോ അല്ലെങ്കിൽ നീണ്ട സമയത്തേക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യാവുന്ന സ്റ്റേറ്റസ് എപ്പിലെപ്റ്റിക്കസ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് സീഷേഴ്സ് എന്ന് പറയുന്ന അപകടകരമായ രോഗങ്ങൾ ആണോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ 5 മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ഫിറ്റ്സ് ഉണ്ടായി, അതുകൊണ്ട് ഇത് ശരിക്കും ഫിറ്റ്സ് അല്ല എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ തന്നെ തീരുമാനമെടുത്ത് കളയുകയൊന്നും ചെയ്യരുത്. പിന്നെ ഈ ഫിറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് രോഗികൾക്ക് പലപ്പോഴും മൂത്രം പോയി പോവുകയോ വയറ്റിൽ നിന്ന് പോയി പോവുകയോ ഒക്കെ ഉണ്ടാവാം. ഈ
ഫങ്ഷണൽ സീഷർ അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് സീഷറിൻ്റെ കൂടെ ഇത് സാധാരണഗതിയിൽ ഉണ്ടാവുകയില്ല. നാക്ക് കടിച്ചു മുറിക്കുക ഇതൊക്കെ സാധാരണ ഒരു ട്രൂ സീഷറിൻ്റെ കൂടെയാണ് എങ്കിൽ നാക്കിൻ്റെ അറ്റമൊക്കെ മാത്രം ചിലപ്പോഴൊക്കെ ഈ PNES ഉള്ള രോഗികളിൽ മുറിഞ്ഞേക്കാം. അപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു നല്ല ഫിസിഷ്യനോ സൈക്യാട്രിസ്റ്റിനോ ഒക്കെ രോഗിയുടെ ലക്ഷണങ്ങൾ വെച്ചും വരുന്ന സാഹചര്യങ്ങൾ വെച്ചും എല്ലാം ഈ പറയുന്നത് സീഷറാണോ സ്യൂഡോ സീഷറാണോ എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യത്തിനെ ചികിത്സിക്കാൻ രോഗിയുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് എന്താണ് ഏറ്റവും ചെയ്യാൻ പറ്റുക? രോഗിയെ മാനസികമായി സപ്പോർട്ട് ചെയ്യുക, അവരെ ആക്ഷേപിക്കാതിരിക്കുക. ഇതുപോലെയുള്ള എപ്പിസോഡ് ഉണ്ടായാൽ അത് ഏത് രീതിയിലാണ് സംഭവിച്ചത്, ശരിക്കുമുള്ള സീഷറാണോ എന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ രോഗിയുടെ ഒരു വീഡിയോ എടുക്കുക. മുഖവും കൈയും കാലും എല്ലാം വരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കണം. മുഖത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്യരുത്. ശരീരത്തിൻ്റെ ചലനങ്ങൾ, ശരീരത്തിൻ്റെ കോച്ചൽ എങ്ങനെ എന്നത് വെച്ച് ഡോക്ടർക്ക് വളരെ സഹായകമാകും ഈ ഹോം വീഡിയോ റെക്കോർഡിംഗ്. ഈ PNES എന്ന് പറയുന്നതിന് എങ്ങനെ ഒരു ടെസ്റ്റ് വെച്ച് ഉറപ്പിക്കാൻ പറ്റും? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ഒരു വീഡിയോ EEG ആണ്. ഒരു രോഗിക്ക് കയ്യോ കാലോ ഇട്ട് അടിക്കുകയോ കയ്യോ കാലോ കോച്ചുകയോ ചെയ്യുന്ന രീതിയിൽ ഒരു ഫിറ്റ്സ് വന്നാൽ ആ സമയത്ത് നമ്മളൊരു EEG ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ തലച്ചോറിൻ്റെ അബ്നോർമലായ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അതിൽ ക്യാപ്ചർ ചെയ്യപ്പെടും. എന്നാൽ PNES അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് എപ്പിസോഡിൻ്റെ സമയത്ത് രോഗിയുടെ ശരീരത്തിന് ചലനങ്ങളും കോച്ചലുമൊക്കെ ഉണ്ടാവുന്നുവെങ്കിലും EEG നോർമലായിരിക്കും. അത് ഒരു വീഡിയോയുടെ ഒപ്പമുള്ള വീഡിയോ EEG ചെയ്യുമ്പോൾ ആ ഫിറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നോർമലായിരുന്നു എന്നത് തെളിവ് സഹിതം നമുക്ക് സമർത്ഥിക്കാൻ സഹായിക്കും. എന്തിനാണ് ഈ വീഡിയോ EEG ചെയ്ത് ഇത് PNES ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? ഫിറ്റ്സിൻ്റെ മരുന്ന് കുറയ്ക്കാൻ അല്ലെങ്കിൽ നിർത്താൻ. അപസ്മാരത്തിൻ്റെ മരുന്നുകൾ തുടങ്ങി വീണ്ടും വീണ്ടും അപസ്മാരം ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും? മരുന്നിൻ്റെ ഡോസ് കൂട്ടും. മറ്റേത് മരുന്നുകളെ പോലെ തന്നെ ഗുണങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും പല ദോഷങ്ങളും ഫിറ്റ്സിൻ്റെ മരുന്നുകൾക്കും ഉണ്ട്. ഒന്നിൽ കൂടുതൽ മരുന്നുകൾ കൊടുത്താൽ സൈഡ് എഫക്റ്റ് വരാനുള്ള അപകട സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ശരിക്കുമുള്ള ഫിറ്റ്സ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യേണ്ടതുണ്ട്. ഒറ്റയടിക്ക് നിർത്താനും പറ്റില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ ട്രൂ സീഷർ ആൻഡ് സ്യൂഡോ സീഷർ എന്ന് വെച്ചാൽ ഈ ഡിസോസിയേറ്റീവ് എപ്പിസോഡ്സ് ശരിക്കും അപസ്മാരമുള്ള രോഗികളിൽ ഉണ്ടാകാം. അവരെ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉണ്ടായത് ശരിക്കുള്ള ഫിറ്റ്സ് ആണോ അതോ ഒരു ഡിസോസിയേറ്റീവ് എപ്പിസോഡാണോ എന്നത് ലക്ഷണങ്ങൾ വെച്ചും വീഡിയോ കണ്ടും ആ സമയത്തുള്ള EEG ചെയ്തുമൊക്കെ മനസ്സിലാക്കി വേണം ഡോക്ടർ തീരുമാനമെടുക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കുക. PNES അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. രോഗി അഭിനയിക്കുകയല്ല. ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു? ശാരീരികമായും മാനസികമായും ആ രോഗിക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ? അവരുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? അവർക്ക് മുമ്പ് മാനസികമായിട്ടുള്ള എന്ത് തരം ബുദ്ധിമുട്ടുകളാണ് ഇതിലേക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും നിസ്സഹായരായി ഡോക്ടറിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടി വരികയും ചെയ്യുന്ന രോഗികളാണിവർ. കൃത്യമായ പരിശോധനയിലൂടെ കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻസിലൂടെ ഇതെന്ത് എന്ന് മനസ്സിലാക്കുകയും ഈ രോഗികൾക്ക് വേണ്ടി വേണ്ട സമയം ചെലവഴിക്കാൻ ഡോക്ടേഴ്സും തയ്യാറാകും. സൈക്യാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും എല്ലാം ഹെൽപ്പ് ഈ പറയുന്ന രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമാണ്. ഫിറ്റ്സിൻ്റെ മരുന്നിൻ്റെ എണ്ണം കൂട്ടുക എന്നതിനേക്കാളും ഡിപ്രഷനും ആങ്സൈറ്റിക്കുമൊക്കെയുള്ള മരുന്നുകളായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് കൂടുതൽ വേണ്ടി വരിക. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് ഈ PNES അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് എപ്പിസോഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിലുള്ള ചികിത്സ തേടുന്നതിന് അവരെ എൻകറേജ് ചെയ്യുക, അവരോട് ചേർന്ന് നിൽക്കുക. നന്ദി.